Hello, my dear students, my dear children. We are starting a new chapter, chapter 9. Know the Indian social system. This is the first video, part 1 video of our chapter 9. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഹിസ്റ്ററി പുസ്തകത്തിൻ്റെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 9. നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നമ്മുടെ ഇതിൻ്റെ ടൈറ്റിലേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം നമുക്ക്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ദ ചലഞ്ചസ്. നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം നേരിടുന്ന, അത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ 3.5% മാർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്ററാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എങ്കിലും നമുക്ക് 3.7% മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. നമുക്ക് A+ലേക്ക് വരണമെങ്കിൽ നമുക്കെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ കണ്ട ഒരു വേർഡാണ് സോഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ സോഷ്യൽ സിസ്റ്റം, ഇപ്പോൾ ഇന്ത്യൻ ആകുമ്പോൾ നമ്മളതിനെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, മറ്റു രാജ്യങ്ങളാണെങ്കിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെ പേരോടുകൂടി സോഷ്യൽ സിസ്റ്റം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ നമ്മൾ ആ ഒരു വേർഡ് മാത്രം അടത്തി മാറ്റുകയാണ് സോഷ്യൽ സിസ്റ്റം. എന്താണ് സോഷ്യൽ സിസ്റ്റം? ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? വാട്ട് ഈസ് സോഷ്യൽ സിസ്റ്റം? ഹൗ ഈസ് ഇറ്റ് ഫോംഡ്? A social system is an organized patterned network of relationship and interactions among individuals, groups and institutions that function as a whole. So a social system is an organized patterned network of relationship. നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ഇൻഡിവിജ്വൽസിനെ അവർ ചേരുമ്പോൾ ഗ്രൂപ്പ് ആകുന്നു. അതുപോലെ തന്നെ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും എല്ലാം അവരുടെ ഒരു നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്ററാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്തുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒരു ഇൻ്ററാക്ഷനും അവരുടെ ഇൻ്റർ റിലേഷൻഷിപ്പും അതിൻ്റെ ഒരു പാറ്റേൺഡ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഉള്ള ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ ഫങ്ഷൻസ്, ആ ഇൻ്ററാക്ഷൻസ്, ആ റിലേഷൻഷിപ്പ്, ഇൻ്റർ റിലേഷൻഷിപ്പ്, ഓക്കെ, ഓൾ ദീസ് പാറ്റേൺഡ് നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് and functions as a whole we called a social system or Indian social system. A social system is formed when each part of the society, including education, transportation, communication, media, law, the social justice system, health and security system, religious and cultural institutions, and the government work interdependently and perform jointly. അപ്പോൾ ഒരു സോഷ്യൽ സിസ്റ്റം ആകണമെങ്കിൽ അവിടെയുള്ള ആ സൊസൈറ്റിയുടെ ഈച്ച് ആൻഡ് എവരി പാർട്ട്, അത് ഇൻഡിവിജ്വൽസ് ആകാം, ഗ്രൂപ്പ്സ് ആകാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം അല്ലേ? അവിടുത്തെ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മീഡിയ, ലോ, സോഷ്യൽ ജസ്റ്റിസ്, ഹെൽത്ത്, സെക്യൂരിറ്റി, റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ഗവൺമെൻറ് വർക്ക് ഇൻ്റർഡിപ്പെൻഡൻ്റ്ലി ആൻഡ് പെർഫോം ജോയിൻ്റ്ലി. എന്താ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ? പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഇൻ്റർഡിപ്പെൻഡൻസ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴാണ് നമ്മൾ ആ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഒരാളെ ആശ്രയിച്ച് കഴിയുന്നതിനെ നമ്മൾ ഡിപ്പെൻഡൻസ് എന്നേ പറയാറുള്ളൂ. എന്താണ് ഇൻ്റർഡിപ്പെൻഡൻസ്? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ?
ഒരു റിലിജൻ മറ്റൊരു റിലിജനിൽ നിന്നും സ്വീകരിക്കുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കൊടുക്കൽ വാങ്ങലുണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ട് പെർഫോം ജോയിൻലി. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ജോയിൻ്റായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു സോഷ്യൽ സിസ്റ്റം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രത്യേക പാർട്ടിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? നോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ പല റിലിജൻസ് കാണും, പല ഗ്രൂപ്പ്സ് കാണും, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും, പല നമ്മുടെ രാജ്യമാണെങ്കിൽ പല ഗവൺമെൻറ്റുകളുണ്ട് അല്ലേ, ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവൺമെൻറ്റാണ്. ഒന്നിനെയും നമുക്ക് ഈ സിസ്റ്റത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുകയില്ല. കാരണം എന്താണ്, ഇതെല്ലാം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ദേ പെർഫോം ജോയിൻലി. ഓക്കെ. ഹൂ കമ്പയർഡ് സൊസൈറ്റി ടു എ ലിവിങ് ഓർഗാനിസം സബ്സ്റ്റാൻഷിയേറ്റ്. ആരാണ് നമ്മുടെ സൊസൈറ്റിയെ ഒരു ഹ്യൂമൻ ബോഡിയോട് അതിനെ കമ്പയർ ചെയ്തത് ആരാണ്? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ആദ്യ ഭാഗത്തെ ഒരു കമ്പാരിസൺ നമുക്ക് കാണാൻ പറ്റും. ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബോഡി പോലെയാണ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ പല റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഓരോ സിസ്റ്റങ്ങളുണ്ട്. ഈ സിസ്റ്റങ്ങളെല്ലാം തന്നെ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോയിൻ്റ്ലി വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ശരീരം ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെയാണ് നമ്മുടെ സൊസൈറ്റിയും. അതിനകത്ത് ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഗവൺമെൻറ് അല്ലേ, പല പല പാർട്സ് ഉണ്ട്. ഈ പാർട്സ് എല്ലാം ഇൻ്റർ ഡിപ്പെൻഡൻ്റ്ലി ജോയിൻ്റ്ലി വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ആരാണ് ഈ ഒരു കമ്പാരിസൺ നടത്തിയത്? ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസർ, ദ സോഷ്യോളജിസ്റ്റ്, എ ഫേമസ് സോഷ്യോളജിസ്റ്റ്, he compared society with a living organism. He developed the concept social organism by highlighting the similarity between the human body and the social system. So Herbert Spencer, he compared the social system with a human body. Okay, Herbert Spencer's concept helps us to understand how various parts of the society, including family, education, economy, religion, government, and other such social institutions work together complementarily to maintain stability, growth and social order. ഇപ്പം നമ്മുടെ ഒരു ശരീരത്തിൽ നാഡികളുടെ വ്യവസ്ഥയുണ്ട്, നമ്മുടെ അതുപോലെ നമ്മുടെ ഈ നമ്മുടെ ബോണിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്, നമ്മുടെ നെർവ്സിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് അല്ലേ. അങ്ങനെ ധാരാളം സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഹ്യൂമൻ ബോഡി അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതിന് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്, അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പം കണ്ണ് വർക്ക് ചെയ്യണമെങ്കിൽ കണ്ണ് മാത്രം മതിയോ? പോരാ. നമ്മുടെ ബ്രെയിനും അതിൻ്റെ ബാക്കി നാഡീഞരമ്പുകളെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു വിരൽ അനക്കണമെങ്കിൽ പോലും, നമ്മുടെ ഒരു ഫിംഗർ ഇങ്ങനെ ടീച്ചർ കണ്ടോ, ഫിംഗർ അനക്കണമെങ്കിൽ പോലും എൻ്റെ ഈ ഫിംഗർ മാത്രം വിചാരിച്ചാൽ ഈ ഫിംഗർ അനക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഫിംഗർ ഇങ്ങനെ അനക്കാൻ പറ്റുമോ? നോ. അപ്പോൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ സെയിം ആണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയും സോഷ്യൽ സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. എഡ്യൂക്കേഷൻ, ഫാമിലി, ഇക്കോണമി, റിലീജിയൻ, ഗവൺമെൻറ് ആൻഡ് സച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ടുഗെദർ കോംപ്ലിമെൻ്ററിലി ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി, ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഓർഡർ. അപ്പം ഇവർ കോംപ്ലിമെൻ്ററിലി പ്രവർത്തിക്കണം അല്ലേ, ഇൻ്റർ ഡിപ്പെൻഡൻ്റ്ലി പ്രവർത്തിക്കണം, ജോയിൻ്റ്ലി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റിലീജിയൻ അതിൻ്റെ വഴിക്കും, ഗവൺമെൻറ് അവരുടെ വഴിക്കും, ഇക്കോണമി അവിടെയും, ഫാമിലി അവരുടെ ഇഷ്ടം അനുസരിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതൊരു സോഷ്യൽ സിസ്റ്റമാണെന്ന് പറയാൻ പറ്റത്തില്ല. ആ സോഷ്യൽ സിസ്റ്റത്തെ നമുക്ക് ഒരു നല്ല സോഷ്യൽ സിസ്റ്റം ഒന്നും വിളിക്കാൻ പറ്റുകയില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായി മാറും. അപ്പോൾ നമ്മുടെ ശരീരവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ ബോഡി പാർട്സും അതിനെ സഫർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയും. അവിടെ ഏതെങ്കിലും ഒരു പാർട്ട് അവിടുന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ലാതെ കോംപ്ലിമെൻ്ററിലി പ്രവർത്തിക്കാതിരുന്നാൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു സോഷ്യൽ സിസ്റ്റം മുഴുവൻ എന്തായി പോകും? അത് മുഴുവൻ പ്രോബ്ലത്തിലേക്ക് പോകും. അപ്പോൾ ഹെർബർട്ട് സ്പെൻസറിനെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഹെർബർട്ട് സ്പെൻസർ, ദ സോഷ്യോളജിസ്റ്റ്, compare society with a living organism. He highlight the similarity between human body and social system. Okay, then
ഹെർബർട്ട് സ്പെൻസറിൻ്റെ പിക്ചറാണിത്. ഇദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റാണ്. അടുത്തത് നമ്മുടെ ഒരു സ്കൂളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ സ്കൂളിൻ്റെ പല പാർട്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓഫീസ് റൂം കാണാം, ലൈബ്രറി ഉണ്ട്, ലാബുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്കൂൾ ക്ലാസ് റൂംസ് നിങ്ങൾക്ക് കാണാം, ടീച്ചേഴ്സിൻ്റെ അവരുടെ സ്റ്റാഫ് റൂമുണ്ട്, ഓക്കെ, ക്ലാസ് റൂം, അങ്ങനെ പല പല, അതുപോലെ അവരുടെ എന്താണ് ഓഡിറ്റോറിയം, ദെൻ മെഡിക്കൽ റൂം, റെസ്റ്റ് റൂം, അതുപോലെ വാഷ്റൂം, ഇങ്ങനെ ധാരാളം പാർട്സ് ചേർന്നതാണ് നമ്മുടെ സ്കൂള്. സോ ഒബ്സർവ് ദ പിക്ചർ ഡിനോട്ടിംഗ് ദ സ്കൂൾ വിച്ച് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് ദ സ്കൂൾ ആൻഡ് ദെയർ ഫങ്ഷൻസ്. അപ്പോൾ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം സ്കൂളിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷനും. ഓഫീസ് റൂം ഫങ്ഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഓർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്, അതാണ് ക്ലാസ് റൂം. അതിന് നമുക്ക് മറ്റൊരു വേർഡ് ഉപയോഗിക്കാം, ഇൻസ്ട്രക്ഷൻ. ദെൻ ലൈബ്രറി റിസർച്ച് ആൻഡ് റീഡിങ്. ലൈബ്രറിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടെത്തണമെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് തരുന്ന ചില ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ലൈബ്രറിയിൽ പോയി ആ പുസ്തകം എടുത്തിട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്, റിസർച്ച് ആൻഡ് റീഡിങ്. ദെൻ ലാബ്, എക്സ്പെരിമെൻറ്റ്സ്, പ്ലേ ഗ്രൗണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി, അല്ലേ, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയാണ് പ്ലേ ഗ്രൗണ്ടിൽ നടക്കുക. സ്റ്റാഫ് റൂം, ടീച്ചേഴ്സ് പ്രിപ്പയർ ലെസൺസ്. ദെൻ റെസ്റ്റ് റൂം, വാഷ്റൂം, സാനിറ്ററി ഫെസിലിറ്റി. ദെൻ ഓഡിറ്റോറിയം, അസംബ്ലി. മെഡിക്കൽ റൂം, മെഡിക്കൽ കെയറിങ്. ക്യാൻറ്റീൻ, ഈറ്റ് മീൽസ്, അല്ലേ, സ്കൂളിൽ ചില സ്കൂളുകളിലൊക്കെ ക്യാൻറ്റീൻ ഉണ്ട്, അതും സ്കൂളിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നൂൺ മീൽ തയ്യാറാക്കുന്ന നമ്മുടെ കിച്ചൺ, അതിനോട് അനുബന്ധിച്ചുള്ള നമ്മുടെ ഡൈനിങ്, ഇതെല്ലാം ഈറ്റ് മീൽസ്, ഓക്കെ. അപ്പോൾ സ്കൂളിന് തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഇപ്പോൾ സ്കൂളെന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നമ്മൾ അതിൻ്റെ പാർട്സ് പറയുകയാണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് സ്കൂളായതുകൊണ്ട് ആ സ്കൂളിൻ്റെ പാർട്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഓക്കെ. ദെൻ വിച്ച് ആർ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡസ്. നമുക്കറിയാം നമ്മൾ ടെക്സ്റ്റിൽ നമ്മളൊരു മിഥുനെ പരിചയപ്പെടുന്നുണ്ട്. മിഥുൻ്റെ ഒരു ഡേ ആണ് അവിടെ പറഞ്ഞിരിക്കുക. മിഥുൻ ഏർലി മോർണിംഗിൽ അവൻ വേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് തൊട്ട് അവൻ എന്തെല്ലാം ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആർ ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡസ് മിഥുൻ ഇൻ്ററാക്ട് ഡ്യൂറിങ് എ ഡേ. ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഇൻ്ററാക്ട് വിത്ത് ഹിസ് ഫാമിലി, ഹിസ് പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഓക്കെ. ദെൻ സ്കൂളിലേക്ക് പോകാൻ അവൻ എന്ത് ചെയ്യുന്നു? പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അവന് ബന്ധമുണ്ട്, കാരണം ആ ബസ്സിലാണ് അവൻ പോവുക. ദെൻ ഹി റീച്ച് സ്കൂൾ. ദെൻ ഹി ഗോ ടു ബാങ്ക്, സോ ബാങ്ക്. Then panchayat, social media, then digital media. He interact with all these institutions in a day. കൂടുതൽ നമുക്ക് എഴുതാം കേട്ടോ, ഇനിയും വേണേൽ എഴുതാം. ഇത്രയും പ്രൊവിഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ടീച്ചർ അത് എഴുതിയത്, ഓക്കെ. ദെൻ നമ്മൾ ഇനി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ പോവുക. അപ്പോൾ ഇതുവരെ എന്താണ് പറഞ്ഞത്? ഇതുവരെ നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ജനറലായിട്ടൊന്ന് പഠിക്കുകയായിരുന്നു. എന്താണ് സോഷ്യൽ സിസ്റ്റം? ആ സോഷ്യൽ സിസ്റ്റത്തെ ഒരു ഹ്യൂമൻ ബോഡിയോട് അതിനെ കമ്പയർ ചെയ്തത് ആരാണ്? അദ്ദേഹം എങ്ങനെയാണത് കമ്പയർ ചെയ്ത് നമുക്കത് പ്രൂവ് ചെയ്ത് തന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഹെർബർട്ട് സ്പെൻസറിനെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പർട്ടിക്കുലറായിട്ട് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ പോവുക. അതായത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിനെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്കൊരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ പരിചയപ്പെടാം. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെ പറ്റി ബുക്സ് എഴുതിയിട്ടുള്ള, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു തന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ് GS Ghurye. The Indian social system is characterized by the distinctive blend of diversity and continuity. So ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ രണ്ട് പ്രത്യേകത GS Ghurye പറയുന്നത് എന്താണ്? ഫസ്റ്റ്, ഡൈവേഴ്സിറ്റി. ഇന്ത്യയുടെ നേച്ചർ തന്നെ നമ്മൾ എന്താ പറയുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്, ഡൈവേഴ്സിറ്റി. ദെൻ കണ്ടിന്യൂവിറ്റി. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഉണ്ടായി വന്ന ഒരു സിസ്റ്റമല്ല. അത് ലാക്സ് ഓഫ് ഇയേഴ്സ് പുറകോട്ട് പോയാലും നമുക്ക് ഈ ഒരു ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ് ഇസ് ദ കാസ്റ്റ് സിസ്റ്റം. GS Ghuryeയുടെ
ബുക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചറായിട്ട് കാണുന്നത് കാസ്റ്റ് സിസ്റ്റം. ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഈസ് റിച്ച് ഇൻ ഇസ് റീജിയണൽ, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് പ്ലൂറാലിറ്റി, ഡൈവേഴ്സിറ്റി നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. ഒരു ഏകദേശം സെയിം മീനിങ് ഉള്ള രണ്ട് വാക്കുകളാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻസ് ഇന്ത്യൻ സൊസൈറ്റി. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കുക, കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ. GS ഗുരയുടെ ബുക്കാണ് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ. സോ അക്കോർഡിംഗ് ടു GS ഗുരെ, Indian society has three important features. Which are they? The three important features of Indian social system by GS Gure. First one, diversity. Second one, continuity. And third one, caste system. അപ്പോൾ GS ഗുരയുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന് 3 ഫീച്ചേഴ്സാണ് ഉള്ളത്. ഒന്ന് അതിൻ്റെ ഡൈവേഴ്സിറ്റി, രണ്ടാമത്തത് അതിൻ്റെ കണ്ടിന്യൂവിറ്റി, മൂന്നാമത്തത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റ് സിസ്റ്റം. അടുത്തതായിട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. നമ്മൾ സ്കൂളിൻ്റെ പാർട്സ് എഴുതിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതുപോലെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്സ് നമുക്കൊന്ന് എഴുതാം. അതൊരു ട്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുക, ഒരു ട്രീ അല്ലേ, വേർഡ് ട്രീ എന്ന് വേണേൽ നമുക്കിതിനെ വിളിക്കാം. അതിന് നടുക്ക് നിങ്ങൾ ഇന്ത്യ കാണുന്നുണ്ടോ? ഈ വേർഡ് ട്രീ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ആ സെൻറ്ററിലേക്ക് നിങ്ങൾ നോക്കിക്കേ, അവിടെ നമ്മുടെ ഇന്ത്യ ഉണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ്, അതിൻ്റെ ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്സ്, ഫസ്റ്റ് വൺ ട്രൈബൽ, റൂറൽ, അർബൻ സൊസൈറ്റി. ട്രൈബൽ സൊസൈറ്റി, റൂറൽ സൊസൈറ്റി, അർബൻ സൊസൈറ്റി, അത് നമ്മുടെ ഒരു പാർട്ടാണ്. ദെൻ കാസ്റ്റ് സിസ്റ്റം, രണ്ടാമത്തെ പാർട്ട്. നമുക്ക് ധാരാളം റിലീജിയൻസ് ഉണ്ട്, അത് മൂന്നാമത്തെ പാർട്ട്. നമുക്ക് കുറേ ലാംഗ്വേജസ് ഉണ്ട്, ഏതാണ്ട് 600 ലാംഗ്വേജസ് ഉണ്ട് നമ്മുടെ. അതായത് ആൽഫബറ്റ് ഉള്ള 600, ആൽഫബറ്റ് ഇല്ലാത്ത വെറുതെ പറയുന്ന കുറേ ലാംഗ്വേജ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ എത്രയാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന് എത്ര പാർട്സ് ഉണ്ട്? 4 പാർട്സ്. ഫസ്റ്റ് വൺ ട്രൈബൽ, റൂറൽ, അർബൻ സൊസൈറ്റി. സെക്കൻഡ് വൺ കാസ്റ്റ് സിസ്റ്റം. തേർഡ് വൺ റിലീജിയൻ. ഫോർത്ത് വൺ ലാംഗ്വേജ്. Okay, then which are the distinctive features of Indian social system? Caste system, religion, language, tribal society. ഈ 4 ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സിനെ നമുക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ 4 ഫീച്ചേഴ്സ്: കാസ്റ്റ് സിസ്റ്റം, റിലീജിയൻ, ലാംഗ്വേജ്, ട്രൈബൽ സൊസൈറ്റി. ട്രൈബൽ, അർബൻ ആൻഡ് റൂറൽ സൊസൈറ്റി 3 നമുക്കുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ട്രൈബൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കാസ്റ്റ് പഠിക്കാം. കാസ്റ്റ് സിസ്റ്റം, നമ്മൾ ഈ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സിൻ്റെ കാസ്റ്റ് സിസ്റ്റം നമ്മളിപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്ന് പഠിക്കുന്നു. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി നമുക്ക് ഇന്ത്യയുടെ മറ്റൊരു സോഷ്യോളജിസ്റ്റ് അതിനെപ്പറ്റി പറയുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റം. നമ്മൾ ആദ്യം കണ്ട സോഷ്യോളജിസ്റ്റിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, GS ഗുറെ. രണ്ടാമത്തത് MN ശ്രീനിവാസ്. MN ശ്രീനിവാസ് കൂടുതലും നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിലെ കാസ്റ്റ് സിസ്റ്റം എന്നുള്ള ആ ഒരു ഫീച്ചറാണ് പഠിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനെപ്പറ്റിയാണ് കൂടുതലും പറയുന്നത്. കാസ്റ്റ് ഈസ് എ വിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യൻ സോഷ്യൽ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് മിയർലി എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഹയറാർക്കി, but it is a way of life deeply embedded in religious and cultural traditions. അപ്പോൾ ഇന്ത്യയുടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തെ ഒരു സോഷ്യൽ ഹൈറാർക്കി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫാണ് അല്ലേ. അത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്നൊക്കെയുള്ള ആ ഒരു ഡിഫറൻസിലേക്ക് മാത്രമല്ല, നമ്മുടെ കാസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ഫുഡ്, നമ്മുടെ പ്രെയർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലൈഫ് ആസ് എ ഹോൾ ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ കാസ്റ്റ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് MN ശ്രീനിവാസ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് പറയുക. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് ഡീപ്ലി എംബഡഡ് ഇൻ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ്.
അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാസ്റ്റിനെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇന്നീക്വാളിറ്റിയെ എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണെങ്കിലും എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇന്നും ഈ കാസ്റ്റ് സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കുന്നു? അതിൻ്റെ കാര്യം എന്താണ്? അത് നമ്മുടെ റിലീജിയസ് കൾച്ചറൽ ട്രഡീഷനാണ്. ഈ ട്രഡീഷൻ മാറ്റാൻ പെട്ടെന്ന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്നും കാസ്റ്റ് സിസ്റ്റം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ MN ശ്രീനിവാസ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് അതർ എന്ന് പറയുന്ന ഒരു എസ്സേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ അല്ലേ? നമ്മൾ പലപ്പോഴും നമുക്ക് സർപ്രൈസ് തോന്നാറുണ്ട്, ഇത്രയും നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് ഈ കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് എംബഡഡ് ഇൻ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ. ഇറ്റ് ഈസ് അവർ ട്രഡീഷൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വൈപ്പ് ഔട്ട് ദിസ് കാസ്റ്റ് സിസ്റ്റം ഫ്രം ഇന്ത്യ. ഓക്കെ, നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം നമുക്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി അല്ലേ? അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിന് അത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ: സോഷ്യൽ ഹയരാർക്കി. എന്താ ഈ ഹയരാർക്കി എന്ന് പറയുന്നത്? ഏറ്റവും ടോപ്പ് കാസ്റ്റ്, ദെൻ അനദർ, ബിലോ ദാറ്റ് അല്ലേ? നമുക്കതിന് മലയാളത്തിൽ നമ്മൾ ചാതുർവർണ്ണ്യം എന്നൊക്കെ പറയും. 4 കാസ്റ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ടോപ്പ് ബോട്ടമായിട്ട് ഇങ്ങനെ ഹയറാർക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ. നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് കാസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ അവരുടെ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. ഇത് ഇന്നത്തെ കാലം അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാസ്റ്റ് സിസ്റ്റം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ മീനിങ്ങിൽ നമ്മൾ പറയുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഓക്കെ അല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് ഈ മോഡേൺ ഏജിൽ. പക്ഷേ എന്നാലും ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ, ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, ദെൻ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ. ഈ കാസ്റ്റാണ് ഒരാളുടെ സോഷ്യൽ കൺട്രോളിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. പിന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്, എന്നാൽ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജുമായിട്ട് ബന്ധപ്പെട്ട കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ കാസ്റ്റിൻ്റെ ബേസിൽ. അത് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. അവനവൻ്റെ കാസ്റ്റിൽപ്പെട്ടവരെ മാത്രമേ നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് സൊസൈറ്റി അനുവദിക്കുന്നുള്ളൂ. അല്ലാതെ കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതിനെ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? അതിനെ അത്ര പ്രൈസ് ചെയ്യുന്നില്ല, അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, ഇൻഇക്വാളിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. ചില കാസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർജിനലൈസ് ചെയ്യുന്നു, അവരെ മാറ്റി നിർത്തുന്നു. നമ്മുടെ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഇൻഇക്വാളിറ്റി ഉണ്ട്, അതിനൊരു സംശയവുമില്ല. ചില ആളുകൾക്ക് എല്ലാ പ്രിവിലേജും കിട്ടുമ്പോൾ വേറെ കുറച്ച് ആളുകൾക്ക് ഒരു പ്രിവിലേജും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനുണ്ട്, പക്ഷേ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ ചേഞ്ചസിനെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ട. നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ബേസായിട്ടുള്ള ഫീച്ചേഴ്സ് അങ്ങ് പറഞ്ഞാൽ മതി. സോഷ്യൽ ഹയരാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, ഇൻഇക്വാളിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. ഏത് ഗ്രൂപ്പിനാണ് ഈ ഇൻഇക്വാളിറ്റിയും മാർജിനലൈസേഷനും ഉണ്ടാകുന്നത്? ലോ കാസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഗ്രൂപ്പ്സിന്. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ് എല്ലാവർക്കും ബാധകമാണ്, എല്ലാ കാസ്റ്റിനും ബാധകമാണ്. ഏത് കാസ്റ്റ് ആണെങ്കിലും, അത് ബ്രാഹ്മണാകട്ടെ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഏത് കാസ്റ്റ് ആണെങ്കിലും അവനവൻ്റെ കാസ്റ്റിൽ നിന്ന് മാരേജ് കഴിക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഓക്കെ, റെസ്ട്രിക്ഷൻ ഏതെങ്കിലും ഒരു കാസ്റ്റിന് മാത്രമാണോ? നോ, എല്ലാ കാസ്റ്റിനും ഉണ്ട്. ഇൻഇക്വാളിറ്റിയും മാർജിനലൈസേഷനും ആർക്ക് മാത്രമേ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ? ലോ കാസ്റ്റിന് മാത്രമേ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോഷ്യൽ കൺട്രോളും ഓർഡറും എല്ലാ കാസ്റ്റിനും ബാധകമാണ്. കാരണം എന്താ? ഓരോ കാസ്റ്റും അവരുടെ സൊസൈറ്റി അവരുടെ ആ കാസ്റ്റ് പറയുന്ന അനുസരിച്ചുള്ള കൺട്രോളിൽ ജീവിക്കണം, അതനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കണം, അത് അനുസരിച്ചുള്ള ഓർഡർ അവർക്ക് വേണം. അതെല്ലാ കാസ്റ്റിനും അത് ഈക്വലാണ്. ഡിവിഷൻ ഓഫ് ലേബർ അതെല്ലാ കാസ്റ്റിനും ഈക്വലാണ്. നമുക്കറിയാം, ബ്രാഹ്മിൻസ് അവർ പൂജ ചെയ്യുന്നു, ക്ഷത്രിയാസ് അവർ വാറിനും അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇനിയും വൈശ്യാസ് അവരാണ് ട്രേഡ് അഗ്രികൾച്ചറൊക്കെ ചെയ്യുന്നു. ശൂദ്രാസ് അവർ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ആ വർക്കേഴ്സിൽ തന്നെ സബ് കാസ്റ്റുകൾക്ക് ഓരോ വർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ,
അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എല്ലാ കാസ്റ്റിനും ബാധകമാണ്. സോഷ്യൽ ഹൈറാർക്കി അതും എല്ലാ കാസ്റ്റിനും ബാധകമാണ്. സോഷ്യൽ ഹൈറാർക്കി ഉണ്ട് അല്ലേ? ഹൈ കാസ്റ്റ്, ലോ കാസ്റ്റ്, ഓരോ കാസ്റ്റിലും അതിനകത്ത് തന്നെ ഹൈറാർക്കി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. എ ടൂൾ ഫോർ സോഷ്യൽ കൺട്രോൾ. കാസ്റ്റ് കൺട്രോൾ ദ സൊസൈറ്റി, ദെയർ പർട്ടിക്കുലർ കാസ്റ്റ്. നമുക്ക് കുറച്ച് നമ്മുടെ റിലീജിയസ് ബുക്സിൽ നിന്നുള്ള ചില സെൻറ്റൻസുകളെ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ചില സെൻറ്റൻസുകൾ നമുക്കൊന്ന് വായിക്കാം. ആദ്യം നമ്മൾ വായിക്കുന്ന ഗുരു ഗ്രന്ഥ സാഹിബ്, സിഖ് പുണ്യ ഗ്രന്ഥമാണ്. ദ ട്രൂത്ത് ഈസ് ഗ്രേറ്റ്, ലിവിങ് ഓണസ്റ്റ്ലി ഈസ് ഈവൻ ഗ്രേറ്റർ. അപ്പോൾ ഓണസ്റ്റിക്കാണ് അവർ പ്രാധാന്യം കൊടുത്തേക്കുന്നത്, ട്രൂത്ത് ആൻഡ് ഓണസ്റ്റി. ബൈബിളിൽ നിന്നൊരു വാക്ക് പറയാം, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. വെരി ഗുഡ് അല്ലേ? നമ്മുടെ ലേബറേഴ്സിനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക. ദെൻ ഭഗവത്ഗീത പറയുന്നു, ഡു യുവർ ഡ്യൂട്ടി വിതൗട്ട് എക്സ്പെക്റ്റിംഗ് റിസൾട്ട്. നമ്മളൊന്നും പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക അല്ലേ? ഡ്യൂട്ടിയെ പറ്റിയാണ് അവിടെ പറയുക. ദെൻ ബുദ്ധ ടെസ്റ്റിൽ നിന്ന്, ദോസ് ഹു സ്റ്റാൻഡ് ഫേം ഇൻ ട്രൂത്ത് ആൻഡ് റൈറ്റസ്നെസ് ബിക്കം പ്യുർ. അതും ട്രൂത്തിനെ സംബന്ധിച്ചുള്ളതാണ് ബുദ്ധൻ്റെ ടെക്സ്റ്റ്. ദെൻ ജൈന ടെസ്റ്റ്, ജൈന മതത്തിൻ്റെ ടെസ്റ്റ് പറയുന്നു, ലവ് ദ ലൈഫ്സ് ഓഫ് അതേഴ്സ് ആസ് യു ലവ് യുവർ ഓൺ ലൈഫ്. അത് ബൈബിൾ പോലെ തന്നെ അതിൻ്റെ ഒരു ഏകദേശ മീനിങ് ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ നമ്മളെ മറ്റുള്ളവരുടെ ലൈഫിനെയും സ്നേഹിക്കുക. ദെൻ പ്രോഫറ്റ് മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട്, യു മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ ബിക്കോസ് ട്രൂത്ത്ഫുൾനെസ് ലീഡ്സ് ടു റൈറ്റസ്നെസ്. അപ്പോൾ ട്രൂത്തിനെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഗുരു ഗ്രന്ഥ സാഹിബ് പോലെ തന്നെ ട്രൂത്തിനെ സംബന്ധിച്ചുള്ളതാണ് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ആ ഒരു പ്രഷ്യസ് നമുക്ക് തരുന്ന ഉപദേശം. ഓക്കെ, അതുപോലെ തന്നെ എൻറിച്ചിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അവർ കാസ്റ്റ് സിസ്റ്റം എൻറിച്ച് അവർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പം നമുക്ക് നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പിക്ചറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ചർച്ചുണ്ട്, അതുപോലെ തന്നെ ടെമ്പിൾസ് ഉണ്ട്, സിഖുകാരുടെ അവരുടെ പുണ്യസ്ഥലങ്ങളുണ്ട്, മോസ്ക് ഉണ്ട്, എല്ലാം അത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം? അപ്പം നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ റിലീജിയൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം? ഇറ്റ് ഈസ് എ ടൂൾ ഫോർ സോഷ്യൽ കൺട്രോൾ. റിലീജിയൻ എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളിൻ്റെ ഒരു ടൂളാണ്. ഈ ഓരോ റിലീജിയനിലും വിശ്വസിക്കുന്ന ആളുകളെ ആ റിലീജിയൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അവരെ ഫോളോ ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ സോഷ്യൽ കൺട്രോൾ. റിലീജിയൻ എൻറിച്ചസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. കണ്ടില്ലേ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി എങ്ങനെ എൻറിച്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പിക്ചറാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. റിലീജിയൻ എൻറിച്ചസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ആക്സലറേറ്റിംഗ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ റിലീജിയസ് ലീഡേഴ്സൊക്കെ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സോഷ്യൽ ചേഞ്ചിന് കാരണമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ റിലീജിയൻ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ, അവരുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും റിലീജിയൻ വേണ്ട എന്നൊക്കെ ചില ആളുകൾ പറയും. പക്ഷേ അങ്ങനെയല്ല, റിലീജിയന് അതിൻ്റേതായ ചില റോളുണ്ട്. അവരൊരു സോഷ്യൽ കൺട്രോളിൻ്റെ ടൂളാണ്. അതുപോലെ അവർ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ എൻറിച്ച് ചെയ്യുന്നു, സോഷ്യൽ ചേഞ്ചിനെ ആക്സലറേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ നെക്സ്റ്റ് പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.